ഈ ലോകം ഇതിലുള്ള എല്ലാവരുടേതുമാണ്. സ്വകാര്യ ഉടമ നിഷിദ്ധം. ഇതിലുള്ള ആർക്കും എന്തു വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ സമത്വസുന്ദരമായ ഒരു ദർശനമാണ് ആനവാരി രാമൻ നായർക്കും പൊൻകുരിശ് തോമാക്കുമുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന ലഘു നോവലിലെ ഒരു പ്രയോഗമാണ് ഞാൻ വായിച്ചത്. എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. ഇന്ന് 1953 പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന ഒരു ആക്ഷേപഹാസ്യ നോവലിനെ കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടമുത്തപ്പ, ആനവാരി, പൊൻകുരിശ് എന്നൊക്കെ പറയുന്ന ഈ കഥാപാത്രങ്ങൾക്ക് എങ്ങനെ ഈ പേര് വന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് ഈ നോവലിലുള്ളത്. അതിനപ്പുറം പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്, ദൈവത്തിനാണ് എന്തിനാണ് പൊന്നിൽ നിർമ്മിച്ചിട്ടുള്ള കാണിക്കകൾ എന്നുള്ള വളരെ വാല്യൂബിളായ ഇന്നത്തെ കാലത്ത് ചോദിക്കാൻ നമ്മൾ അല്പം ബുദ്ധിമുട്ടുന്ന ചോദ്യം ബഷീർ വളരെ സരസമായിട്ട് ഈ നോവലിലൂടെ മാലോകരോട് ചോദിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ ഉണ്ട്. കഥ ആരംഭിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തോടു കൂടി തന്നെ പറയട്ടെ, സ്ഥലത്തെ രണ്ട് പ്രധാനികളാണ് കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും. ഇത് രണ്ടും ചാത്തങ്കേരി മനക്കലെ ആനകളാണ്. കൊച്ചു നീലാണ്ടൻ ഗജപോക്കിരിയാണ്. ഇന്നേ വരെ 11 ആളുകളെ അവൻ യമപുരിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവന് കൊല്ലാൻ ഭാഗത്തിൽ ഒരുപാട് ആനപ്പാപ്പന്മാരെ ചാത്തങ്കേരി മനക്കലെ കാരണവര് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ എന്തെങ്കിലും അരുതായിക സംഭവിക്കുന്നു എന്ന് തോന്നിയാൽ കൊച്ചു നീലാണ്ടന് കലിയിളകും, ഏതെങ്കിലും ഒരു പാപ്പാനെ കുത്തിക്കൊല്ലും. അതാണ്, അല്ലെങ്കിൽ മരത്തിലടിച്ചു കൊല്ലും. അതാണ് അവന്റെ സ്വഭാവം. പാറുക്കുട്ടി ആവട്ടെ പാവ സൗമ്യയാണ്. യാതൊരുവിധ അലമ്പുകളും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അത് വാങ്ങി തിന്നും, അതല്ലെങ്കിൽ അതിലെ മേഞ്ഞു നടക്കും. ഇതാണ് പാറുക്കുട്ടിയുടെ സ്വഭാവം. നമ്മളുടെ കഥാനായകന്മാരിൽ ഒരാളായ ആനവാരി രാമൻ നായർക്ക് പാറുക്കുട്ടിയോട് വലിയ മമതയില്ല. എന്നാൽ കൊച്ചു നീലാണ്ടനോട് വലിയ സ്നേഹ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇയാള് കുറച്ച് ശർക്കരയും പായൊക്കെ വാങ്ങിയിട്ട് കൊച്ചു നീലാണ്ടന് കൊണ്ടുപോയി കൊടുക്കും. പാറുക്കുട്ടിക്ക് മണ്ണിൽ നിന്ന് കുറച്ച് മൺകട്ടകളൊക്കെ പൊറുക്കിയെടുത്തിട്ട് 4 ഏറും വെച്ചു കൊടുക്കും. അദ്ദേഹത്തിന് പെണ്ണുങ്ങളോട്, പെൺവർഗത്തിനോടെ കലിയ. പണ്ട് ഒരു കാമുകി അയാളൊന്ന് തേച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളോടും അയാൾക്ക് വല്ലാത്ത ദേഷ്യമാണ്. ആ ദേഷ്യം പെണ്ണായ പാറുക്കുട്ടി എന്ന് പറയുന്ന ആനയോടും അയാൾ കാണിക്കുന്നുണ്ട്. പൊൻകുരിശ് തോമാക്കാണെങ്കിൽ അങ്ങനെയല്ല. അവന് രണ്ടുപേരും ഒരുപോലെയാണ്. അവൻ പാറുക്കുട്ടിയെയും സ്നേഹിക്കുന്നുണ്ട്, കൊച്ചു നീലാണ്ടനെയും സ്നേഹിക്കുന്നുണ്ട്. നാട്ടിലെ പ്രധാന കേടികളൊക്കെ പുറം നാടുകളിൽ മോഷണം, പിടിച്ചുപറി തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ നടത്താൻ പോയി കഴിഞ്ഞപ്പോ ഈ ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയുമാണ് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെന്നോ അല്ലെങ്കിൽ പ്രധാന കള്ളന്മാരെന്നൊക്കെ പറയാം. അവർക്ക് ശിഷ്യന്മാരായിട്ട് എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടമുത്തപ്പ തുടങ്ങിയിട്ടുള്ള സിൽബന്ദികളും ഉണ്ട്. അപ്പോ ആദ്യം ആനവാരിക്ക് എങ്ങനെ ഈ പേര് കിട്ടി എന്നുള്ള കഥയാണ് പറയുന്നത്. സ്ഥലത്തെ പ്രധാന പിശുക്കനായിട്ടുള്ള ഉണ്ടക്കണ്ണൻ അന്ത്രു മഹാപിശുക്കനാണ്. സ്വന്തം വീട്ടിലെ വേലക്കാരിയെ നിക്കാഹ് ചെയ്തു, ശമ്പളം കൊടുക്കുന്നത് മടിച്ചിട്ട്. ആ അന്ത്രു ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് കുറച്ച് ചാണകവും, അപ്പോ ആ നാട്ടിലെ പണക്കാരനായിട്ടുള്ള കുട്ടിയാലി മുതലാളി ചാരവും ചാണകവും ഒക്കെ കൂന കൂട്ടി പുഴവക്കത്ത് ഇറക്കിയിട്ടിട്ടുണ്ട് അവരുടെ കൃഷിയിടത്തിൽ ഇടാൻ വേണ്ടിയിട്ട്. അന്ത്രുവിനൊരു ബുദ്ധി തോന്നി. ആനവാരി രാമൻ നായരെ വിളിച്ചിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഒരു വഞ്ചി ചാണകം അവിടുന്ന് കട്ടുകൊണ്ട് വന്ന് ഉണ്ടക്കണ്ണൻ അന്ത്രുവിന് കൊടുക്കണം. അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ കൊട്ടേഷന്റെ ഭാഗമായിട്ട് രാത്രിയിൽ മണ്ടമുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ്, രാമൻ നായർ, അതേപോലെ തന്നെ പൊൻകുരിശ് തോമ ഇവരെല്ലാവരും കൂടെ ഒരു വഞ്ചി എടുത്തിട്ട് ചാണകം വാരാൻ വേണ്ടിയിട്ട് ഇരുട്ടിൽ പുറപ്പെട്ടു. വഞ്ചി എവിടെയും കെട്ടാനും മരവും കുറ്റിയൊന്നും കണ്ടില്ല. എട്ടുകാലി മമ്മൂഞ്ഞ് വഞ്ചി കയറിൽ പിടിച്ച് കരയിലടുപ്പിച്ചു നിന്നു. രാമൻ നായർ മണ്ടമുത്തപ്പയും അതേപോലെ തന്നെ പൊൻകുരിശ് തോമായും മൺവെട്ടിയും കോട്ടയും എടുത്തിട്ട് പോയിട്ട് ചാണകക്കൂരയ്ക്ക് പോയിട്ട് വെട്ടിയിട്ട് കോട്ടയിൽ കയറ്റാൻ നോക്കുക. ഈ സമയത്ത് വലിയൊരു അലർച്ച കേൾക്കുക. ഈ ഇരുട്ടില് ഈ പഹയന്മാര് പോയിട്ട് കൊത്തിക്കോരി കൊട്ടയെ കയറ്റാൻ നോക്കിയത് നമ്മുടെ പാറുക്കുട്ടി എന്ന് പറയുന്ന ആനയാണ്. ഇരുട്ടില് പാറുക്കുട്ടി കിടക്കുന്നത് ചാണകക്കൂനയാണ് എന്ന് കരുതി ഇയാള് ഈ പാറുക്കുട്ടിനെയാണ് കൊത്തി കൊട്ടയിലേക്കാക്കാൻ ശ്രമിച്ചത്. പക്ഷെ പാറുക്കുട്ടി ദേഹം നൊന്തപ്പോ വലിയൊരു അലറി. മണ്ടമുത്തപ്പ അലർച്ച കേട്ടപ്പോ പേടിച്ച് പുഴയിലേക്ക് എടുത്തിയാടി ഒരുപാട് അപ്പുറം പോയിട്ടാണ് കരക്കണഞ്ഞത്. നമ്മുടെ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സംസാരം അറിയാലോ, സംഗതി അറിഞ്ഞോ എന്ന് ചോദിച്ചു. അത് പാറുക്കുട്ടിയാണ് നമ്മുടെ രാമൻ നായർ വെട്ടി കോട്ടയിൽ കയറ്റാൻ നോക്കിയത്. ഇങ്ങനെയാണ് രാമൻ നായർക്ക് ആനവാരി രാമൻ നായർ എന്നുള്ള പേര് കിട്ടുന്നത്. എന്നാൽ പൊൻകുരിശ് തോമാക്ക് ആ പേര് കിട്ടുന്നത് മറ്റൊരു സംഭവത്തിലൂടെയാണ്. അത് ഒരു ദിവസം ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പൊൻകുരിശ് തോമ അറിഞ്ഞു. അപ്പോ സഹകള്ളന്മാരായിട്ടുള്ള രാമൻ നായർ
മമ്മൂഞ്ഞ്, മുത്തപ്പ തുടങ്ങിയിട്ടുള്ള ആളുകളോട് പറഞ്ഞു ഒറ്റക്കൊറ്റക്ക് എല്ലാവരും ആ പള്ളിയുടെ മൈതാനത്തെത്തണം, അവിടെ ചെറിയ പോക്കറ്റടിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാന്. അവിടെ ചെന്ന് ഈ പ്രദക്ഷിണം പോകുന്ന വഴിയിൽ പൊൻകുരിശ് നാട്ടുകാരെ കാണിക്കൽ ഈ പെരുന്നാളിന്റെ അന്നാണ്. പൊൻകുരിശ് വളരെ ബന്ധവസിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പെട്ടിക്കുള്ളിൽ പെട്ടി, പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി, പിന്നെ അറയിൽ ഭദ്രമായി പൂട്ടി അതിന്റെ പുറത്ത് അച്ഛൻ കിടന്നുറങ്ങുകയും ചെയ്യും. തോമയ്ക്ക് ഇത് കണ്ടിട്ട് മനസ്സിലൊരു ചിന്ത വന്നു, കർത്താവിനെ മരക്കുരിശിലാണല്ലോ തറച്ചത്, പിന്നെന്തിനാണ് കർത്താവിന് ഈ പൊൻകുരിശ്? ഇതില് ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ. പൊൻകുരിശ് തോമ അത് ചിന്തിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സംശയാസ്പദമായ രീതിയിൽ പോലീസ് നമ്മുടെ പൊൻകുരിശ് തോമയെ അറസ്റ്റ് ചെയ്തു. 9 ദിവസം ലോക്കപ്പിനുള്ളിൽ കടന്നു. ലോക്കപ്പില് മറ്റുള്ള പ്രതികളൊക്കെ നല്ല ഉറക്കുറങ്ങുന്ന സമയത്ത് അവിടെ കാവലിനുണ്ടായിരുന്ന പാറാവുണ്ടായിരുന്ന പളുങ്കൻ കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്ന ഏട്, അദ്ദേഹം കൊച്ചുകുഞ്ഞിനോട് ഇങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ പറയുന്ന ഇടയിൽ പറയാണ്, ഞാൻ പെൻഷനാവാനായി, ഭാര്യക്ക് തളർവാദം വന്ന് കിടക്കുകയാണ്, വാടക വീട്ടിലാണ് താമസം, 7 പെൺകുഞ്ഞുങ്ങളെ കെട്ടിക്കാനുണ്ട്, കയ്യിലൊരു ദമ്പടി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോ പൊൻകുരിശ് തോമ കൊച്ചുകുഞ്ഞിനോട് പറഞ്ഞു, നിന്റെ ചെവി ഇങ്ങോട്ട് അടുത്തു കൊണ്ടുപോവാ, ഞാനൊരു സ്വകാര്യം പറയാം. കൊച്ചുകുഞ്ഞ് മറ്റുള്ള തടവുളികളൊക്കെ നല്ല ഉറക്കാടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെവി കൊണ്ടുപോയിട്ട് പൊൻകുരിശ് തോമയുടെ അടുത്ത് വെച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ 2 മണിക്കൂർ നേരത്തിന് തുറന്നു വിടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ കാണും. പളുങ്ക് കൊച്ചുകുഞ്ഞ് ചുറ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പൊൻകുരിശിനെ തുറന്നു വിട്ടു. പോലീസുകാരൻ തുറന്നു വിട്ടെങ്കിലും അവൻ തിരിച്ചു വരൂല എന്നുള്ള ആദ്യം ഈ പളുങ്ക് കൊച്ചുകുഞ്ഞിനുണ്ട്. എന്തൊരു അബദ്ധമാണ് കാണിച്ചത്, ഈ പെൻഷൻ പോലും കിട്ടില്ല ഇനി ഇവൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ. മാത്രമല്ല കടുവ തോമ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ, അയാള് എല്ലാവർക്കും പേടിയാ, പോലീസുകാർക്കും പേടിയാണ്, അതിഭീകരനാണ്, ഗജഭൂക്കിരിയാണ്. പക്ഷെ നമ്മുടെ പൊൻകുരിശ് സത്യസന്ധനാ. അവൻ 2 മണിക്കൂർ നേരം തുറന്നു വിടാൻ പറഞ്ഞു. ആ പറഞ്ഞ സമയം കൊണ്ട് തന്നെ തിരിച്ചു വന്നു. ലോക്കപ്പിനുള്ളിൽ കയറിയിട്ട് ഒരു സ്വർണത്തിന്റെ ഒരു കട്ടി എവിടുന്നോ പൊട്ടിച്ചെടുത്തൊരു സാധനം ഈ പളുങ്ക് കൊച്ചുകുഞ്ഞിന് കൊടുത്തു. കൊണ്ടുപോയിട്ട് നിന്റെ മക്കളെ കെട്ടിക്ക്, നിന്റെ പ്രശ്നങ്ങളും തീർക്ക് എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പേക്ക് നാട്ടിലാകെ ഒച്ചപ്പാടും ബഹളായി. പള്ളിയിലെ പൊൻകുരിശ് കാണാനല്ല, നാട്ടില് കക്കാൻ സാധ്യതയുള്ളവര്, ഇന്നേ വരെ കട്ടവര്, ഇതുവരെ കക്കാത്തവര് തുടങ്ങിയിട്ട് പല ഗ്രൂപ്പുകളായിട്ടുള്ള ആളുകളെ പോലീസ് വിളിച്ചു ചേർത്തു. ഓരോരുത്തരെയും ചോദ്യം ചെയ്തു. അവസാനം പൊൻകുരിശ് തോമയുടെ സിംഗിടികളായിട്ടുള്ള രാമൻ നായർ, മണ്ടം മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയിട്ടുള്ള ആളുകളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവരുടെ നാവൊക്കെ ഒരു ബെഞ്ചിലേക്ക് ഇങ്ങനെ നീട്ടി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കടുവ തോമ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ഒരു ആണി എടുത്തിട്ട്, ഒരു ചുറ്റികയും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് എടുത്തത് എന്നുള്ളത് സത്യം പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഈ ആണി നിങ്ങളുടെ നാവിൽ ഞാൻ അടിച്ചു കയറ്റും. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്ന ഇൻസ്പെക്ടർ, അവർക്ക് അറിയില്ല അതാരാണ് മോഷ്ടിച്ചത്, അവർക്ക് ആ കളവിൽ പങ്കുമില്ല. ഇത് കണ്ടപ്പോ അന്ന് വരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യവും ഭേദ്യവും ചെയ്ത സമയത്തൊന്നും നമ്മളുടെ പൊൻകുരിശ് തോമ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളായ കൂട്ടുകാരെ ഉപദ്രവിക്കാൻ ഇൻസ്പെക്ടർ ഒരുങ്ങാണെന്ന് കണ്ടപ്പോ പൊൻകുരിശ് തോമ സെല്ലിനുള്ളിൽ കടന്നിട്ട് പറഞ്ഞു, സാറേ അവർക്ക് ആ കളവിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം ആ സ്ഥലം എവിടെയാണെന്നുള്ളത്. ആ വിളിച്ചു പറയുന്ന നേരത്തെ ഇൻസ്പെക്ടർ വന്നിട്ട് പൊൻകുരിശിനെ സെല്ലിൽ നിന്ന് പുറത്തിറക്കി ചോദ്യം ചെയ്തു. അപ്പൊ പറഞ്ഞു, സാധനം നിങ്ങളുടെ സ്റ്റേഷന്റെ മുമ്പിലുള്ള ആ മാവിന്റെ ചോട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് നീ താനിവിടെ കിടക്കല്ലായിരുന്നു, പിന്നെ എങ്ങനെ താൻ പോയത്? അപ്പൊ പൊൻകുരിശ് സംഗതികളൊക്കെ പറഞ്ഞു. ആ പാവം കളങ്കം കൊച്ചുകുഞ്ഞ് റിട്ടയർഡ് ആകാൻ പോവാ, 7 പെമ്മക്കളുണ്ട്, ഭാര്യക്ക് തളർവാദം, അദ്ദേഹത്തിനും പഴിച്ചു പോണ്ടേ. സെല്ല് കിടക്കുന്ന ആള് ചാടിപ്പോയി മോഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യക്രിസ്ത്യാനിയായ താന് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ഇൻസ്പെക്ടർ തോമയോട് ചോദിച്ചു. അപ്പൊ തോമ പറഞ്ഞു, സാറേ നമ്മളുടെ കർത്താവിനെ കുരിശിലേറ്റിയത് മരക്കുരിശിലല്ലേ, പിന്നെ എന്തിനാണ് നമ്മളുടെ കർത്താവിന് ഈ പൊന്നിന്റെ കുരിശ്? ഈ പാവപ്പെട്ട മനുഷ്യർക്കല്ലേ യഥാർത്ഥത്തിൽ പൊന്നിന്റെ കുരിശ് ആവശ്യമുള്ളത്? അത് ചോദിച്ചപ്പോ ഇൻസ്പെക്ടർക്ക് തോന്നി, ഇവൻ പറയുന്നതിലും ന്യായമുണ്ടല്ലോ, ദൈവത്തിന് എന്തിനാണ് കുരിശ്? കർത്താവിനെ കുരിശേറ്റിയത് പൊന്നിന്റെ കുരിശിലല്ലല്ലോ, മരത്തിന്റെ കുരിശിലാണല്ലോ. ചുരുക്കത്തില് സാധനം കണ്ടുപിടിച്ചു. ഇൻസ്പെക്ടർ പള്ളിയിൽ അച്ഛനെയും മറ്റുള്ള കൈകാര്യക്കാരെയൊക്കെ വിളിച്ചു വരുത്തി സാധനം തിരിച്ചേൽപ്പിച്ചു. ഒരു കഷ്ണം പോയാലും പൊന്നിന്റെ കുരിശ് അവർക്ക് കിട്ടിയല്ലോ, സമാധാനമായി. ഇൻസ്പെക്ടർ കൂടാതെ പറഞ്ഞു, സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്ത ആളുകൾക്കൊക്കെ, ചോദ്യവും ഭേദ്യവും ചെയ്ത ആളുകൾക്കൊക്കെ 5 രൂപ ഒരു സഹായമായിട്ടും ഒരു പുടവിയും കൊടുക്കണം എന്ന് പള്ളിക്കാരെ ചട്ടം കെട്ടി. കൂടാതെ റിട്ടയർഡ് ആവുന്ന പോലീസുകാരൻ പളുങ്കം കൊച്ചുകുഞ്ഞിന് പള്ളിയിൽ കപ്പ്യാരായിട്ട് ജോലിയും കൊടുക്കണം എന്നുള്ള ഒരു നിബന്ധനയിൽ ഈ പൊന്നിന്റെ കുരിശ് തിരിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് തോമയ്ക്ക് പൊൻകുരിശ് തോമ എന്നുള്ള പേര് കിട്ടിയതും ആനവാരിക്ക് ആനവാരി രാമൻ നായർ
എന്നുള്ള പേര് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് മനക്കലെ ആനയെ കക്കാൻ പോകുന്നുണ്ട്. ആനയെ മോഷ്ടിക്കുമ്പോ പാറുക്കുട്ടിയെ മോഷ്ടിക്കാം, നീലാണ്ടനെ മോഷ്ടിച്ചാൽ ചിലപ്പോ അവൻ കൊമ്പിൽ അവരെ കോർത്തെടുക്കും എന്നുള്ള ഭയം കൊണ്ട് ഒരു രാത്രിയിൽ ഇതേപോലെ പാറുക്കുട്ടിയെ മോഷ്ടിക്കാൻ പോയിട്ട് ആനയെ മാറിയിട്ട് കൊച്ചു നീലാണ്ടനെ മോഷ്ടിച്ചിട്ട് പുഴ കടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആന എണീറ്റ് കുറച്ചുകൂടെ നടന്നു പോന്നപ്പോഴാണ് അറിയുന്നത് ഇത് പാറുക്കുട്ടിയല്ല നീലാണ്ടനാണ്. അപ്പൊ അവര് പേടിക്കുന്നുണ്ട്. ഈ സംഗതി ഫ്ലാഷായി കഴിഞ്ഞപ്പോ അവര് പറയുന്നുണ്ട്, സത്യത്തില് പാറുക്കുട്ടിയെ നമ്മള് മോഷ്ടിച്ചു വന്ന് ഇതേപോലെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നാണക്കേടായിരുന്നു. ഒരു പെണ്ണിനെ മോഷ്ടിച്ചു എന്നുള്ള ചീത്തപ്പേര്. പക്ഷെ ഇത് നീലാണ്ടനെ മോഷ്ടിച്ചു എന്ന് പറയുമ്പോ അതിൽ അത്യാവശ്യം ഗമയൊക്കെ ഉണ്ട് എന്ന് പറയാം. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അതായത് നമ്മളുടെ ഇന്ത്യയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കള്ളനായിട്ടുള്ള പൊൻകുരിശ് തോമയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ സമൂഹത്തിനോട് ചോദിക്കുന്നത്. ദൈവത്തിന് എന്തിനാണ് പൊന്നിന്റെ കുരിശ്? ദൈവത്തിന് പൊന്നിന്റെ കുരിശ് എന്ന് മാത്രമല്ല, ഇപ്പോ ഉത്തരേന്ത്യകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലിറ്റർ കണക്കിന് പാല് കൊണ്ടുപോയിട്ട് വിഗ്രഹങ്ങളുടെ മുകളിൽ ഒഴിക്കുന്നത്. എന്തിനാണ്? നമുക്കൊക്കെ എല്ലാം തരുന്ന ദൈവത്തിന് എന്തിനാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്? അത് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവം ആ കൊടുക്കുന്ന ആളുകളുടെ മനസ്സിൽ കുടികൊള്ളില്ലേ? ദൈവമായിട്ട് അവര് തന്നെ വരില്ലേ? ഈ ഒരു സംഗതിയാണ് ബഷീർ വളരെ ആക്ഷേപഹാസ്യ രൂപത്തിൽ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന നോവലിലൂടെ നമ്മോട് പറയുന്നത്. കേട്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കോ കമന്റോ ഷെയറോ ഒക്കെ തന്നാൽ വലിയ ഉപകാരമാവും.